ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നേ വളരെ സോഫ്റ്റായ പാലപ്പം ഉണ്ടാക്കട്ടോ. അതിന് നമുക്ക് പാലപ്പം പൊടിയൊക്കെ കൂട്ടി വെച്ചിട്ടേ നമുക്കുണ്ടാക്കാം. നല്ല പാലപ്പം, പച്ചരി ഒന്നും വളർത്തിട്ട് ഇറക്കണ്ട കേട്ടോ. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാലപ്പമാണിത്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തു കേട്ടോ. 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് അതിക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഇനി നമ്മതിക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ഇത് നരച്ച് വരും കേട്ടോ. കപ്പള ഉണ്ടാക്കാൻ പറ്റും. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാൽ മതി. 2 മണിക്കൂർ വെക്കുമ്പോൾ നല്ലോണം പൊങ്ങി വരും കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പാലപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിലേ അധികം കൂട്ടിയൊക്കെ ഒന്നും വേണ്ട. നമുക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പാകത്തിന് ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തിക്കണം. ഇതിലേറെ കുറച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ പാടിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം അധികം ആകരുത് കേട്ടോ. വെള്ളം അധികം ആയാൽ ചുട്ടാൽ കിട്ടില്ല. കുറച്ച് ടൈറ്റ് വേണം. അങ്ങനെ ഗേസ് നമുക്കേ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തുങ്ങാണ്ടേ ഒന്ന് അടിച്ചെടുക്കുക. എളുപ്പമാണ് ഉണ്ടാവും. പൊടിച്ച പൊടിയല്ലേ, അതുകൊണ്ട് അധികം അടിച്ചൊന്നും വേണ്ട. ആ ചോറും ആ പൊടിയൊന്നും ഇങ്ങോട്ട് ജോയിൻ്റ് ആയാൽ മതി. അങ്ങനെ ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ. നന്നായി അരച്ചെടുക്കാം നമുക്ക്. അങ്ങനെ ഗേസ് നമുക്കേ ഇതിക്ക് ഒരു കപ്പി കാച്ചട്ടോ. 1 ഗ്ലാസ് പൊടി എടുത്തിട്ടേ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി കട്ടകളൊക്കെ ഉടച്ചെടുക്കട്ടോ. ഇത് നന്നായി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച ശേഷമേ നമുക്കത് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചാൽ പിന്നെ അത് നല്ലോണം തിളക്കോളം കൈയെടുക്കാതെ ഇളക്കണം. അങ്ങനെ കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഇങ്ങോട്ട് കുറുകി വരുമ്പോൾ നമുക്ക് നല്ലോണം തണുത്തിട്ടേ മിക്സിയുടെ ജാറിൽ ആ പൊടി കൂടി കൂട്ടി അടിക്കാം.
ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. നന്നായി തണുത്തിട്ടേ നമുക്ക് മറ്റേ പൊടിയുടെ കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തണുക്കട്ടെ. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്താലും കേട്ടോ. 2 മണിക്കൂർ വെക്കുമ്പോൾ നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഞാനിപ്പോൾ അത് പൊങ്ങി വന്ന ഫോട്ടോ എടുത്തിട്ടില്ല. നല്ലോണം പൊങ്ങി വന്നീന് കേട്ടോ. നല്ല സോഫ്റ്റ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ഞാൻ സോഫ്റ്റ് പാലപ്പം കിട്ടും കേട്ടോ. അരിപ്പൊടി കൊണ്ട് നിങ്ങൾ പച്ചരി ഒന്നും വെള്ളത്തിലിടാനും കുതിർക്കാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് ഒരു പാലപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അല്ലേ, നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുട്ടിട്ട് നോക്കാം. ചട്ടി നന്നായി ചൂടായ ശേഷം അതിക്ക് ഒരു തവി കൊണ്ട് കോരി ഒഴിക്കുക. കോരി ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഞാൻ മറ്റേ ചട്ടിയിലല്ല, ഈ ചട്ടി തന്നെ ചുട്ടിക്കണേ. എന്നിട്ട് നമുക്ക് കുമിളകളൊക്കെ വരുവോളൂ. നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കുമിളകൾ വരുവോളം തുറന്ന് വെക്കട്ടോ. ഇങ്ങനെ ബോൾസൊക്കെ ഇങ്ങനെ വന്നുങ്ങാണ്ട് ശരിയായി വരുമ്പോഴേ നല്ലോണം ബോൾസ് വന്നിട്ട് നമുക്ക് തീയൊന്ന് കുറക്കുക. ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെച്ചുങ്ങാണ്ട് അതിൻ്റെ കുമിളകളൊക്കെ അടങ്ങോളം കുറച്ച് നേരം വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ പെർഫെക്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചട്ടിയിൽ നിന്നൊക്കെ വേഗം കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. കണ്ടില്ലേ, അപ്പൊക്കെ നല്ല റെഡിയായി എപ്പം കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ നിന്ന്. എന്നാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തതിന് സപ്പോർട്ട് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യൂ. അങ്ങനെ നമ്മുടെ പാലപ്പൊക്കെ റെഡിയായി. രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.
അങ്ങനെ ഗേസ് നമ്മുടെ പാലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് കണ്ടില്ലേ, കയ്യിൽ വെച്ചാൽ തന്നെ നല്ല പൂ പോലത്തെ പാലപ്പാട്ടോ. ഇത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെയും അല്ലെങ്കിൽ പശുമ്പാലിൻ്റെ കൂടെ, തേങ്ങാപ്പാലിൻ്റെ കൂടെ, ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. നിങ്ങൾ ഇറച്ചി കുറുമ ഉണ്ടാക്കി വെച്ച് നോക്കി, അത് നല്ല രസമാണ്. ചിക്കൻ കുറുമ അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ പാലപ്പൊക്കെ റെഡിയായി. നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പശുമ്പാൽ കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പശുമ്പാൽ കുറച്ച് തിളപ്പിച്ചിട്ട് കുറച്ച് മധുരമൊക്കെ ഇട്ട് ഞാനത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. തേങ്ങാപ്പാലാകുമ്പോൾ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ആയാലും രസമാണ്. സാധാ പാൽ ഒഴിച്ച് കഴിച്ചാലും നല്ല മധുരം ഇട്ടാണ്ട് കഴിച്ചാലും, ഈ ചട്ടിനിയുടെ കൂടെ ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.